ക്രിസ്ത്യാനിയാവട്ടെ, ഏത് ജാതി ഗോത്രവർഗ്ഗക്കാരാവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, പൗരന്മാരെന്ന നിലയിൽ ഇന്ത്യൻ ഭരണാധികാരികൾ അധികാരം ഉപയോഗപ്പെടുത്തി അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമ്പോൾ, ആരാധനാലയം തകർക്കുമ്പോൾ, അവരുടെ ഭവനങ്ങൾ ബുൾഡോസർ തകർക്കുമ്പോൾ, അവരുടെ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുമ്പോൾ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ദളിത് പിന്നോക്ക വർഗത്തിലെ സഹോദരിമാരെ പരസ്യമായി രഹസ്യമായും പീഡിപ്പിച്ച് നശിപ്പിച്ച് കൊന്നുകളയുമ്പോൾ, ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കുമ്പോൾ പൗരന്മാർ പ്രതികരിക്കും. ഒറ്റപ്പെട്ട ശബ്ദത്തിന് എത്ര കണ്ട് പ്രകമ്പനമുണ്ടാവുമെന്ന് അറിയുകയില്ല. അധികാരമുള്ളവരല്ലല്ലോ. വിജയം ഒരു പക്ഷേ അധികാരമുള്ളവർക്ക് താൽക്കാലികമാണ്. തോൽവിയുടെ രുചി അവരറിഞ്ഞിരിക്കും. ഇന്ത്യയിലെ തണ്ടലിൻ്റെ അകത്ത് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചു നടക്കുന്ന ഒരുപാട് മുസ്ലിം നേതാക്കന്മാരില്ലേ, അവർക്ക് ഉളുപ്പില്ലാതെ കേൾക്കാൻ പറ്റിയ പ്രസംഗം എന്ന പോലെ മുസ്ലിമിൻ്റെ കാവൽക്കാരെന്ന് പറയുന്ന പണ്ഡിതന്മാർ, തമ്മിലടിക്കുന്ന പണ്ഡിതന്മാരില്ലേ, അവർക്ക് ഉളുപ്പില്ലാതെ കേൾക്കാൻ പറ്റുന്നൊരു പ്രസംഗമുണ്ട് NB മുഹമ്മദ് ജാവേദിൻ്റെത് പാർലമെൻറ്റിൽ.